സഹിക്കുക വേണം. ലക്ഷം ലക്ഷം മാനവരെത്തും ദർശനം മോഹിച്ച്. പന്തളരാജൻ ഭഗവൻ നടയിൽ അർപ്പിച്ച അങ്കി ചാർത്തി നടത്തും അലങ്കാര പൂജ എപ്പോഴാണ്? മകരവിളക്കിന് പേട്ട തുള്ളി എത്തുന്നു ഭക്തർ. ആലങ്ങാടും അമ്പലപ്പുഴ ദേശങ്ങൾ മുന്നിൽ. തിരുവാഭരണം മകരവിളക്കിന് ചാർത്താനെത്തുന്നു. രാജകീയ അകമ്പടിയോടെ സന്നിധാനത്തിൽ. കെട്ടുമേറ്റി ശബരിമലയ്ക്ക് പോകുന്ന നമ്മൾ എവിടെയൊക്കെ കെട്ടിറക്കി ദർശനം ചെയ്യും. വടക്കു നിന്ന് വരുന്ന സ്വാമി അയ്യപ്പ ഭക്തർ. കാടാമ്പുഴയിൽ ഗുരുവായൂരിൽ തൃപ്രയാർ എത്തും. കൊടുങ്ങല്ലൂരും ആലുവായിൽ ചോറ്റാനിക്കരയും. വൈക്കത്തെത്തും കടുത്തുരുത്തി ഏറ്റുമാനൂരിൽ. തിരുനക്കരയിൽ മഹാദേവ ദർശനം ചെയ്ത് പിന്നീടല്ലേ എരുമേലിക്ക് പോകുന്നേ അച്ഛാ. എരുമേലി ധർമ്മശാസ്ത്ര സവിധത്തിൽ നമ്മൾ പേട്ട തുള്ളി വാവര സ്വാമിയെ നമസ്കരിക്കുന്നു. പമ്പയിലെത്തി സ്നാനം കഴിഞ്ഞ് പിതൃബലിയും കഴിഞ്ഞ്. പമ്പാ സദ്യ കഴിഞ്ഞു വേണം കരിമല കയറിയിടാൻ. മകരവിളക്കിന് തിരിനാളങ്ങൾ ഒഴുകിപ്പോകുന്ന പമ്പയിൽ സ്നാനം ചെയ്യാനെന്തൊരു സുഖമാണ് അല്ലേ. ഭക്തന്മാർ ഒഴുക്കിടുന്ന തിരിനാളം കണ്ട ദീപാവലിയും ഒക്കില്ലതിനോട് എന്നു തോന്നിയിടും. മല കയറാൻ തുടങ്ങും മുൻപ് ഗണപതി കോവിലിൽ തേങ്ങയുടച്ച് വിഘ്നേശ്വരനെ ശരണം പ്രാപിക്കൂ. കന്നിമേൽ ഗണപതി ഭഗവാനെ വണങ്ങി ഭക്തന്മാർ മലയേറുന്നു. കരിമലയേറ്റം അതികഠിനം അല്ലേ. പോകും വഴിയെ പന്തളരജനെ കണ്ടു വണങ്ങിടാ. കല്ലിടും കുന്നിൽ കല്ലുമീട്ട് മലകേറ്റം തുടരാ. ശരം കുത്തിയാലിൽ ശരവും കുത്തി വീണ്ടും കയറിടാ. നീലിമലയും താണ്ടി സ്വാമി സന്നിധാനത്തിൽ. സന്നിധാനത്തിൽ ചെന്നാൽ കെട്ടിറക്കാമോ തെല്ലുനേരം
ശേഷം 18-ാം പടി കയറാമെൻ മകളെ. തേങ്ങമുട്ടി പടികൾ കയറി തിരുമുൻപിൽ എത്താം. ആശ്രിതവത്സലനാകിയ സ്വാമി അയ്യപ്പൻ മുന്നിൽ. ശബരിമലയിൽ എവിടെയൊക്കെ തൊഴുവാനുണ്ടച്ചാ. അയ്യപ്പ സ്വാമിയും മാളികപ്പുറവും മാത്രമേയുള്ളൂ. അയ്യപ്പ സ്വാമിയുണ്ട് മാളികപ്പുറത്തമ്മ. നാഗരാജാവുണ്ടവിടെ വാവരുമുണ്ടല്ലോ. സ്വാമിയുടെ ഭൂതഗണങ്ങൾ കറുത്ത സ്വാമിയും കാനനവാസൻ തന്നുടെ കൂട്ടിന് അവിടെയുണ്ടല്ലോ. ശബരിമലയിൽ വാണിടുന്ന സ്വാമി അയ്യപ്പൻ പന്തളദാസനായത് എങ്ങനെ പറയാമോ അച്ഛാ. പന്തളരാജൻ സന്താന ദുഃഖം സഹിയാഞ്ഞ് ഹരിനാരായണ ശിവശങ്കരനെ പ്രാർത്ഥിച്ചിടുന്നു. ഒരു നാൾ നായാട്ടിന് കാട്ടിൽ പോകുന്നു രാജൻ. ശിശുരോദനവും കേട്ട് അവിടെ ഓടിയെത്തുന്നു. പന്തളരാജന് പൈതലിനെ കിട്ടിയതെങ്ങനെയോ. കുഞ്ഞിനെ കൊണ്ട് പോയോ രാജൻ, വളർത്തിയോ അവനെ. സുവർണ തേജസ്സോടൊരു ബാലൻ സൂര്യബിംബം പോ. അമാനുഷത്വം ദർശിച്ചവനിൽ ദിവ്യ തേജസ്. സന്തോഷത്താൽ മതി മറന്നു രാജാവും രാജ്ഞി. സ്വന്തം മകനെ പോലെ വളർത്തി ബാലനെ സമ്മോദം. പന്തളരാജന്റെ ദിവ്യ സന്താനം കൊട്ടാര സുഖം അനുഭവിച്ച് അവിടെ വളർന്ന് വലുതായി അല്ലേ. രാജാവിനും രാജ്ഞിക്കും ഓമന മകനായി. കൊട്ടാരത്തിലേവർക്കും പ്രിയങ്കര നിധിയായി. നാൾക്കുനാൾ വളർന്നു വന്നു സൗഭാഗ്യത്തികവാൽ. ശ്രേയസോടെ ബാലകനവിടെ മണികണ്ഠ സ്വാമി. എല്ലാവർക്കും ഇഷ്ടമായി ബാലകനോടല്ലേ. ധാത്രിമാരും തോഴരുമായി കളിച്ചു വളർന്നല്ലേ. അങ്ങനെ കാലം ചെല്ലും നേരം ഗർഭിണിയായി രാജ്ഞി. സുന്ദരകള സ്വരൂപനായൊരു പുത്രനാഗതനായി. രാജാവിനും രാജ്ഞിക്കും സ്നേഹക്കുറവില്ല. തന്നുടെ മകനല്ലെന്നാകിലും അയ്യപ്പനോട്. സ്വന്തം കുഞ്ഞിനോടാണല്ലോ
മന്ത്രിച്ചു ഒരു നാൾ. ശരിയാണല്ലോ എന്നും തോന്നി പന്തളരാജ്ഞിക്ക്. തന്റെ മകന് രാജ്യഭാരം കിട്ടില്ലെന്നോർത്ത് മന്ത്രി ചൊന്ന വഴിയെ തന്നെ പോകുന്നു രാജ്ഞി. എന്തു തന്ത്രമാണ് അച്ഛാ മന്ത്രി വിധിച്ചത്? മന്ത്രി തന്റെ കുതന്ത്രത്തിൽ വീണോ പെരും ദേവി. വൈദ്യരെ വിളിച്ചു വരുത്തി പറയിക്കുന്നവരെ രാജ്ഞിക്ക് വയറ്റില് നോവ് കഠിനമാണെന്നും പുലിപ്പാല് കൊണ്ടേ രോഗം മാറൂ എന്നതും പുലിപ്പാലേന് മണികണ്ഠനെ അയക്കണമെന്നും. പുലിയുടെ പാല് കൊണ്ടുവരുവാൻ മണികണ്ഠൻ പോയോ? ഏകനായി കാട്ടിലയക്കാൻ തയ്യാറോ രാജൻ? ജീവനേക്കാൾ ജീവനായ തന്നുടെ പ്രിയപുത്രൻ ഏകനായി കാട്ടിൽ പോകാൻ അനുവദിച്ചില്ല. ധീരനായ ശ്രീമണികണ്ഠൻ പോയി വരാമെന്നും പുലിപ്പാൽ കൊണ്ടുവരാമെന്നും വാഗ്ദാനം ചെയ്തു. ധീരനായ ബാലകന്റെ ചെയ്തികൾ കാണുമ്പോൾ അമാനുഷനാണെന്നുള്ളതിന് സംശയമേയില്ല. പുലിയെ തേടി കാട്ടിൽ പോയാൽ കഥ കഴിഞ്ഞിടും. തന്റെ മകന് രാജ്യഭാരം കിട്ടുകയും ചെയ്യും. ഏറെ ഉപദ്രവമില്ലാതെ കാര്യം ശരിയാവും എന്നു ധരിച്ചതി സന്തോഷത്തോടിരുന്നു രാജ്ഞിയും. കാട്ടിൽ പോയ മണികണ്ഠന്റെ കൂടെ പോയിടാം. ആപത്തൊന്നും ഭവിക്കല്ലേ എന്നു പ്രാർത്ഥിക്കാം. കാട്ടിൽ പോയ മണികണ്ഠൻ പെൺപുലിമേലേറി ചുറ്റും പുലികളകമ്പടിയായി ആട്ടിവരും നേരം കണ്ടവരൊക്കെ മണ്ടിപ്പോയി വീട്ടിലൊളിച്ചല്ലോ. കൊട്ടാരത്തിനങ്കണത്തിൽ വന്നു അയ്യപ്പൻ. പുലിയെ കണ്ട് അവിടെയുള്ളവർ ഓടിയൊളിച്ചല്ലേ. രാജ്ഞിയും മന്ത്രിയും അറയിൽ കേറിയൊളിച്ചിട്ടുണ്ടാകും. പുലിപ്പാൽ വേഗം കറന്നെടുക്കാൻ പറഞ്ഞു അയ്യപ്പൻ. ആരുണ്ടവിടെ അതിനു തക്ക മനോബലമുള്ളോ? മാപ്പു പറഞ്ഞു രാജ്ഞിയേവം മന്ത്രി പുങ്കവനും. അതിനാലേവം യാത്ര പറഞ്ഞു സ്വാമി അയ്യപ്പൻ.
കണ്ഠന്റെ നിശ്ചയദാർഢ്യം കണ്ടു രാജാവ്. വ്യാകുലമായ മനസ്സുമായി വന്നു രാജ്ഞിയപ്പോൾ, പോകല്ലേ പോകല്ലേ നീ എൻ മകനെ എന്നു കേളൂ. രാജ്ഞിക്കങ്ങനെ പറയാൻ തോന്നിയോ, മനം മാറ്റം വന്നോ? സ്വന്തം മകനെ രാജാവാക്കാൻ തന്ത്രം മെനഞ്ഞവള്. ഏതൊരു സംഭവമുണ്ടോ പിന്നിൽ നിമിത്തമുണ്ടല്ലോ. കൈകേയിക്ക് ഭരതനേക്കാൾ പ്രിയം രാമനോടല്ലോ. മഹിഷി മർദ്ദനം നടക്കുവാനല്ലോ അയ്യപ്പ ജനനം. പന്തള രാജാവായി ഭരണം നടത്താനല്ലോ. അതിനുശേഷം എന്തു ചെയ്തു, അവിടം വിട്ടുപോയോ? എവിടേക്കാണ് പോയത് അച്ഛാ, പറയൂ ബാക്കി കഥ. വില്ലെടുത്ത് തൊടുത്തു വിട്ട ബാണം വീണയിടം. ശരം കുത്തിയാലെന്ന് മലയാളക്കര പ്രസിദ്ധമായല്ലോ. അവിടെ വസിക്കും ഞാനിനി മേലിൽ കാനനവാസനായി. എന്നെ കാണാൻ കൊതിക്കുന്നവര് അവിടെ വരവേണം. അതു കേട്ട് രാജാവേറെ ദുഃഖിതനായി കാണും. യാത്ര പറഞ്ഞ് അയ്യപ്പൻ പോയെന്നു കരുതട്ടെ. കരിമലവാസൻ കാനനവാസൻ പുറപ്പെട്ടു പൂങ്കാവനം. പൂങ്കാവനത്തിലെ പൊന്നമ്പലം തന്നിൽ വന്നു വസിച്ചയ്യൻ. കലിയുഗ വരദനമയ്യനെ കാണുവാൻ ഭക്തർ പുറപ്പെട്ടു. അഴുതയിൽ സ്നാനം ചെയ്തു അയ്യപ്പൻ ഭസ്മ കുളമതിലും. ഭസ്മക്കുളത്തിൽ കുളിച്ചിട്ടല്ലേ സന്നിധാനത്തിലേക്ക്. പുണ്യം ചെയ്തിട്ടുണ്ടല്ലേ നമ്മൾ ശബരിമലയിലെത്താൻ. പുണ്യം ചെയ്തവരെല്ലാം എത്തും അയ്യപ്പ സന്നിധിയിൽ. ജാതി മതഭേദമില്ലാതാർക്കും പുണ്യസ്ഥലമല്ലോ. അങ്ങനെയുള്ളൊരു ശബരിഗിരീശനെ കുമ്പിടുന്നു ഞാനും. ആർത്തത്രാണപരായണനാകിയ അയ്യപ്പ സ്വാമിയേ. സന്തോഷമായച്ച കഥ കേട്ടിട്ട് കന്നിയാത്രയ്ക്കുണ്ട് ഞാൻ. ശബരിഗിരീശന്റെ സന്നിധാനത്തിൽ കന്നി കേട്ടുമായി ഞാൻ. പോകാം മകളെ പോകാം, നമുക്ക് വൃശ്ചികമാവട്ടെ. ഇക്കൊല്ലം പോകുമ്പോൾ എൻ്റെ കൂടെ മോളുണ്ട്. അതിനായി നന്നായി പ്രാർത്ഥിച്ചിടേണം അയ്യപ്പ സ്വാമി കൃപ.
സ്വാമിയെ എന്നും അടിയങ്ങൾക്കാശ്രയമേ. ശബരിമലയിൽ വാഴുന്ന അയ്യപ്പ സ്വാമി കഥയറിയാൻ മോളുക്കുട്ടിക്ക് മോഹമുണ്ടച്ച ഒന്നു പറയാമോ? സ്വാമി ശരണം ശരണമെന്നയ്യപ്പ പമ്പാ ഗണപതിയേ. പമ്പയിലെത്തുന്ന അയ്യപ്പന്മാരുടെ വിഘ്നമകറ്റിടണേ. അമ്മേ ഭഗവതി മാളികപ്പുറത്തമ്മ നാവിൽ വിളങ്ങിടണേ. ഇക്കഥ കേൾക്കുന്ന ഏവർക്കും മംഗളം നൽകണേ വാണിമാതേ. വൃശ്ചിക മാസം 1-ാം തീയതി വെളുപ്പിനെ കുളിച്ചു വന്ന് അയ്യപ്പ സ്വാമിയെ പ്രാർത്ഥിച്ചല്ലേ മാലയിടുന്നതച്ചാ. വൃശ്ചിക മാസം 1-ാം തീയതി മാല ധരിക്കേണം. നീലക്കറുപ്പുള്ള മുണ്ടു വേണം, ഭസ്മക്കുറി വേണം. വ്രതവും ശുദ്ധിയും നന്നായി നോക്കണം, ശരണം വിളിക്കേണം. എപ്പോഴും എപ്പോഴും സ്വാമിയെ ധ്യാനിച്ച് തന്നെ നടക്കേണം. മണ്ഡലത്തിൽ തന്നെ ശബരിമലയ്ക്ക് പോകണമെന്നാകിൽ 1 മാസം മുൻപേ വ്രതമെടുക്കണോ? എത്ര നാൾ വേണമത്? സൂര്യനുദിക്കും മുൻപേ നിത്യവും പുലർക്കാല സ്നാനം വേണം. സായംകാലം സ്നാനം ചെയ്യുക ദേഹശുദ്ധി വരുവാൻ. 41 നാൾ നീണ്ട വ്രതം വേണം മാനസശുദ്ധിക്കായി. ഭസ്മക്കുറിയിട്ട് അയ്യപ്പ കീർത്തനമാലപിച്ചിടേണം. ഇത്രയും മതിയോ? പിന്നൊന്നും വേണ്ടേ ശബരിമലയ്ക്കു പോകാൻ? വെളുപ്പാൻ കാലത്ത് കുളിക്കും നേരം തണുക്കില്ലേ അച്ഛാ? വെളുപ്പാൻ കാലത്ത് കുളിക്കാൻ നേരം കുളിരൊന്നും തോന്നില്ല. അയ്യപ്പ സ്വാമിയെ നന്നായി ധ്യാനിച്ച് വെള്ളത്തിൽ മുങ്ങിടണം. അന്നദാന പ്രഭുവാണല്ലോ അയ്യപ്പൻ, അതിനാൽ കഴിയുമെങ്കിൽ ശക്തിക്കൊത്ത ദാനം ചെയ്യുക അഗതിയായുള്ളവർക്ക്. സ്വാമി ശരണം ശരണമെൻ്റെയ്യപ്പ, ഞങ്ങളെ കാത്തിടണേ. പറയൂ അച്ഛാ ഇനിയും എന്തെങ്കിലും അയ്യപ്പ സ്വാമി കഥ. ആത്മബലത്തിനായി ആഴ്ചയിൽ ഒരു നാൾ ഉപവാസം വേണം. രുദ്രാക്ഷമാലയും ഭസ്മക്കുറികളും ചൈതന്യം നൽകുമല്ലോ. അമ്പല ദർശനം നിത്യം ചെയ്യുകിൽ ചൈതന്യമേറി വരും. ദൈവാധീനത്തിനങ്ങനെ ഉത്തമം ഐശ്വര്യമുണ്ടാകും. ശബരിമലയ്ക്ക് പോകും മുൻപ് എന്തൊക്കെ ചെയ്യണം? കെട്ടുനിറയ്ക്കണമെന്നു കേട്ടിട്ടുണ്ട്, അത്രയും മതിയല്ലേ? കെട്ടുനിറച്ചാണ് ശബരിമലയ്ക്ക് പോകുന്നതെല്ലാരും. കെട്ടുനിറയ്ക്കാതെ പോകുന്നുമുണ്ട് ഭഗവാനെ കൈ തൊഴുവാൻ. 18 പടി കയറി പോകണമെങ്കിൽ കെട്ട് തലയിൽ വേണം. പാവനമാകിയ പള്ളിക്കെട്ടില്ലാതെ പടി കയറാൻ മേല.
നിറയ്ക്കുവാൻ എന്തൊക്കെ വേണം? അവിലും മലരും വേണോ? എന്തൊക്കെ വേണം പറയൂ അച്ഛാ, അറിയണം മുൾക്കതെല്ലാം. അയ്യപ്പ സ്വാമിക്ക് കാണി നിറയ്ക്കുവാൻ കാണിപ്പൊന്നു വേണം. അഭിഷേകം ചെയ്യുവാൻ ശുദ്ധമാക്കിയ നറുനെയ്യു തന്നെ വേണം. കർപ്പൂരപ്രിയനെ ആരാധിക്കുവാൻ കർപ്പൂരം വേണം. കളഭം ഭസ്മം പഞ്ചാമൃതവും തിരുമധുരം വേണം. മാളികപ്പുറത്തമ്മ ദേവിക്ക് മഞ്ഞൾ പൊടി പ്രസാദം, മലർപ്പൊടി വേണ്ടേ, ചന്ദനം കുങ്കുമം പനിനീരും വേണ്ടേ. മാളികപ്പുറത്ത് അമ്മയ്ക്ക് ചാത്താൻ മഞ്ഞൾ പൊടി വേണം. പമ്പാ ഗണപതി തന്നെ മുൻപിൽ തേങ്ങയുടയ്ക്കേണം. 18 പടി മുട്ടിക്കേറാൻ കയ്യിൽ തേങ്ങ വേണം. സന്നിധാനത്തിൽ ചെന്നാലത് അവിടെയുടയ്ക്കേണം. അയ്യപ്പ സ്വാമിക്ക് നിവേദിക്കാൻ അപ്പവും അരവണയും അത്യന്തമാവശ്യമായവയാണോ? അങ്ങനെയാണോ അച്ഛാ? അപ്പം മരവണ അയ്യപ്പ സ്വാമിക്ക് ഏറെ പ്രിയമല്ലോ. നേദിച്ച അപ്പവും മരവണയും സന്നിധാനത്തിൽ കിട്ടും. അയ്യപ്പ സ്വാമിക്ക് അഭിഷേകം ചെയ്ത് നെയ്യ് നമുക്ക് കിട്ടും. സ്വാമി ചൈതന്യമുള്ളതിനാലത് ഔഷധ തുല്യമല്ലോ. സ്വാമിക്ക് ആടിയ കളഭവും ഭസ്മവും നിത്യം തൊടാമല്ലോ. അതുകൊണ്ട് മംഗളമുണ്ടാവുമെന്ന് അമ്മ പറഞ്ഞല്ലോ. അയ്യപ്പ സ്വാമിക്ക് ചാർത്തിയ ഭസ്മം ദിവ്യൌഷധമാണ്. രോഗങ്ങൾക്കാശ്വാസമുണ്ടാകുമത് ലേപനം ചെയ്തിടിൽ. ഭക്തിയോടി വക സേവിച്ചു കൊള്ളുക, ആരോഗ്യമുണ്ടാവും. ആനന്ദ ചിത്തനമയ്യപ്പ സ്വാമി ശരണം നിനക്കുമോളേ. ശബരിമലയ്ക്ക് നിത്യവും പോകാമോ? പൂജയുണ്ടോ എന്നും ശരണം വിളിയോടെ അയ്യപ്പദാസന്മാർ പോകുന്ന കാണാമല്ലോ. മണ്ഡലക്കാലം തുടങ്ങിയാലെന്നും ശബരിമലയ്ക്കു പോകാം. മകരവിളക്കു കഴിഞ്ഞു വീണ്ടും നടയടയ്ക്കും വരെ. മലയാള മാസം 1-ാം തീയതി നട തുറന്നിടുന്നു. ഓണം, വിഷു, പൈങ്കുണി, ഉത്രം നാളിൽ തുറന്നിടുന്നു. ഏതെല്ലാം പൂജകളാണ് അച്ഛാ അയ്യപ്പ സന്നിധിയിൽ? നട തുറന്നാൽ 3 നേരവും പൂജകളുണ്ടല്ലോ. നിത്യപൂജയ്ക്ക് പുറമേയുണ്ട് ഉദയാസ്തമന പൂജ. ലക്ഷാർച്ചനയുണ്ട്, പടിപൂജയുണ്ട്, ധാരയഭിഷേകം, നെയ്യഭിഷേകം, ഭസ്മാഭിഷേകം, കളഭാഭിഷേകവും. അങ്ങനെ പൂജകൾ അനവധിയാണ് സ്വാമിക്ക് എൻ മകളേ. എങ്ങനെയാണ് അയ്യപ്പനെന്ന് സ്വാമിക്ക് പേർ വന്നത്? ഏറെ പേരുകളുണ്ട് സ്വാമിക്ക് അല്ലേ അച്ഛാ? കയ്യിൽ പിറന്നൊരു കാരണത്താൽ കയ്യപ്പൻ നാമമുണ്ടായി. ലോപിച്ചു അയ്യപ്പനായി, അങ്ങനെയാണു പോലും. ഗുരുഭവനപുരം ഗുരുവായൂരായില്ലേ, കേട്ടിട്ടില്ലേ മോളെ? ജ്യോതിയാനക്കര ചോറ്റാനിക്കര ആയതുപോലെ തന്നെ. കയ്യിൽ പിറന്നൊരു കഥയൊന്ന് കേൾക്കണം പറയൂ അച്ഛാ.
അങ്ങനെയുള്ളൊരു കഥ കേൾക്കാനായി മനസ്സു കൊതിക്കുന്നു. പാലാഴി മഥനത്തിൽ പൊന്തി വന്ന അമൃതുമെടുത്തോടി അസുരന്മാരത് ഭക്ഷിക്കാനായി വട്ടമിട്ടിരുന്നു. അമൃതു കഴിച്ചാൽ ജരാനരയില്ല, നീയതു കേട്ടിട്ടില്ലേ? ദുഷ്ടന്മാരവർ അമൃതു കഴിച്ചാൽ അനർത്ഥങ്ങളുണ്ടാവും. അസുരന്മാരെല്ലാരും ശത്രുക്കളാണല്ലോ ദേവകൾ മാനവർക്ക്. മരണമില്ലാതെ പോയാലത് മരണമാക്കുമല്ലോ. അതിനാലാകെ വിരണ്ടൊരു ദേവകൾ വിഷ്ണുവെ ആശ്രയിച്ചു. മോഹിനി വേഷം കെട്ടി മഹാവിഷ്ണു അമൃത് വീണ്ടെടുക്കാൻ അമൃത് വിളമ്പാൻ വട്ടം കൂട്ടിയ അസുരന്മാർ മുൻപിലെത്തി. മൂന്നു ലോകവും കണ്ടിട്ടില്ലാത്ത ത്രിപുര സുന്ദരിയായി ത്രിപുര സുന്ദരിയായി വന്ന മോഹിനിയായ വിഷ്ണു എങ്ങനെയാണ് അമൃത് കലശം വീണ്ടെടുത്തത്? അവളെ കണ്ട് ഭ്രമിച്ച അസുരന്മാർ എല്ലാം മറന്നുപോയി. തനിക്കും വേൽക്കണം അവളെ എന്നവർ മോഹിച്ചു. എല്ലാരും കണ്ണടച്ചിരിക്കണമെന്ന് മോഹിനിയാൾ മൊഴിഞ്ഞു. അവസാനം കണ്ണു തുറക്കുന്നതാരോ അവനെ താൻ വേൽക്കുമെന്നും. അമ്പടി മോഹിനി സൂത്രശാലിനി ഭഗവാന്റെ ലീലയല്ലേ, ഏറെ വിചിത്രം അല്ലേ അച്ഛാ, കേൾക്കട്ടെ ബാക്കിയും ഞാൻ. കണ്ണടച്ച സുരന്മാരിരുന്നൊരു നേരം അമൃത കലാശവുമായി ദേവലോകത്തിങ്കലെത്തി മഹാവിഷ്ണു ദേവകളത് പൂജിച്ചു. മോഹിനി വേഷം കാണണമെന്ന് കൈലാസനാഥനപ്പോൾ കാണണ്ട കണ്ടാലേവം മോഹമുണ്ടാകുമെന്നും. മോഹിനി രൂപം കാണാനായി വാശി പിടിച്ചോ ശിവൻ, കാണിച്ചില്ലേൽ പരമശിവന് ദേഷ്യമാവില്ലേ അച്ഛാ? മോഹിനി വേഷം കാണിച്ച നേരം കെട്ടിപ്പുണർന്നു ശിവൻ. ധർമ്മശാസ്താവ് ജന്മം കൊണ്ടു വലം തുടക്കീറി കയ്യിൽ പിറന്നു ശ്രീ മഹാദേവന്റെ കയ്യപ്പനുണ്ടായി. ലോപിച്ച് ഏറെ ചെന്നപ്പോൾ അയ്യപ്പനെന്നായി. വേറെന്തു കഥയാണ് പറയുവാനുള്ളത്? ഉണ്ടോ കഥ ഇനിയും? കഥകൾ കേട്ടും നാമം ജപിച്ചും ഇന്നു കഴിച്ചിടാം. മഹിഷാസുരനെന്ന് കേട്ടിട്ടുണ്ടോ? ശിവനെ ഭജിച്ചേറെ നാൾ കഠിന തപസ്സു ചെയ്തു ശിവനിൽ ഇന്നു വരം നേടാൻ. അവസാനം പ്രത്യക്ഷമായി മഹേശൻ വരമേത് വേണമെന്നായി. ഞാൻ വീരൽ ചൂണ്ടുന്നതെവിടെയോ അവിടെല്ലാം ഭസ്മമായി തീരേണം. അയ്യോ മഹാപാപം, ആ വരം നൽകിയാൽ ചുട്ടുമുടിച്ചിടില്ലേ? ദുഷ്ടനാകിയ അസുരനു നൽകുവാൻ പറ്റാത്ത വരമല്ലേ? അങ്ങനെ തന്നെയാണ് മകളെ ചോദിച്ച വരം കൊടുത്തു. ശിവനിൽ തന്നെ പരീക്ഷിക്കാനായി മഹിഷാസുരൻ ശ്രമിച്ചു. അസുരൻ ശിവനെ തൊടുവാനടുത്തപ്പോൾ ഓട്ടമായി പരമശിവൻ. ഓടി വലഞ്ഞു പരവശൻ പിന്നാലെ മഹിഷാസുരൻ.
എന്തൊരു കഷ്ടമായല്ലേ കൊടുത്ത വരപ്രഭാവം. ജീവനും കൊണ്ട് ഓടുന്നു കാലാരി തന്റെ വരഫലത്താൽ. വിവരം ഗ്രഹിച്ച് വിഷ്ണുവങ്ങെത്തി മോഹിനി രൂപം പൂണ്ട്. മോഹിനിയെ കണ്ട് അസുരൻ താനും എല്ലാം മറന്നുപോയി. മോഹിനി തന്നോടടുത്തു അസുരൻ എന്നെ നീ വെട്ടിടേണം എന്നു പറഞ്ഞ് മോഹിതനായി കൂടി പിന്നാലെ. രണ്ടു കഥയും തമ്മിലേറെ വ്യത്യാസമുണ്ടല്ലോ, എന്നാലേറെ സാമ്യവുമുണ്ട്, അങ്ങനെയല്ലേ അച്ഛാ? സാമ്യമുണ്ടാകാം, വ്യത്യാസമുണ്ടാകാം, അവസാനമൊന്നു തന്നെ. കൊഞ്ചിക്കുഴഞ്ഞവൾ അസുരനെ കൊണ്ട് സത്യം ചെയ്യിച്ചു. മാറിൽ തൊട്ടിട്ട് മഹിഷാസുരൻ സത്യം ചെയ്തപ്പോൾ ഭസ്മമാകിയ മഹിഷാസുരന്റെ കഥയും തീർന്നല്ലോ. ദേവകൾക്കോമനയാകിയ അയ്യപ്പൻ ധർമ്മശാസ്താവല്ലേ. ധർമ്മശാസ്താവായ അയ്യപ്പ സ്വാമി പൂജാതനായതെന്തേ? ദേവകൾക്കോമനയായി ഹരിഹരപുത്രൻ വളരുന്നു. വേദശാസ്ത്രങ്ങളിൽ കെങ്കേമനാകുന്നു വില്ലാളി വീരനവൻ. മഹിഷാസുരന്റെ സഹോദരിയാകിയ മഹിഷിയെ കൊല്ലുവാനായി ഹരിഹരപുത്രൻ ഭൂജാതനായി. കേൾക്കുക നീ മകളെ. മഹിഷിയെ മർദ്ദനൻ എന്നുള്ള പേര് ഉണ്ടായതെങ്ങിനെയോ? മഹിഷിയെ മർദ്ദിച്ച് ഭൂമിയെ രക്ഷിച്ച സ്വാമി പാദം തൊഴുന്നേ. കാർമേഘപടലം പൊങ്ങിയ പോലെ ഭീമാകാരമായി ഭൂമിയും സ്വർഗവുമാകെ വിറയ്ക്കും അവളുടെ വരവു കണ്ടാൽ. ഗതിയേതുമില്ലാതെ ഓടുന്നു ദേവകൾ മാനവരുമേവം. അവളെ വധിച്ച് മോക്ഷം കൊടുക്കുന്നു വീരമണികണ്ഠൻ. അയ്യപ്പ സ്വാമിക്ക് പേരുകളേറെ ഉണ്ടെന്നു കേൾക്കുന്നു. 1001 ശരണം വിളികൾ ഉണ്ടെന്നു കേൾക്കുന്നു. സ്വാമി ശരണം എന്നു പറയുന്നു ഹരിഹരപുത്രനെന്നും. വില്ലാളി വീരൻ വീരമണികണ്ഠൻ എന്നു വിളിക്കുന്നു. ശബരിഗിരീശൻ കരിമലവാസൻ എന്നു വിളിക്കുന്നു. സത്യസ്വരൂപൻ അന്നദാന പ്രഭു എന്നും വിളിക്കുന്നു. പൊന്നമ്പലവാസൻ പമ്പാവാസൻ എന്നും പേരില്ലേ? പന്തളത്തരജന്റെ ദിവ്യ സന്താനം എന്നും പേരില്ലേ? ശ്രീഭൂതനാഥൻ ശ്രീധർമ്മശാസ്താവെന്നു വിളിക്കുന്നു. സേവിപ്പവർക്ക് ആനന്ദമൂർത്തി ആകിയ ശബരീശനെ. ശബരിപീഠത്തിൽ ശരം കുത്തിയാലിൽ സ്വാമി വസിക്കുന്നു. മാനവർക്കെല്ലാം അയ്യപ്പദാസൻ തിരുസന്നിധാനത്തിൽ. സ്വാമി ശരണം ശരണമെൻ്റയ്യപ്പ സ്വാമി പാദം തൊഴുന്നേൻ. കാനനവാസനം അയ്യപ്പ സ്വാമിയെ സാദരം കൈതൊഴുന്നേൻ. കാട്ടാന കടുവ കാട്ടുമൃഗങ്ങൾക്ക് നാഥനാണയ്യപ്പൻ. ശരണം തേടി എത്തുന്നവർക്ക് നാഥനാണയ്യപ്പൻ. സങ്കടമോചകനായി സ്വാമി ശരണം കൊടുക്കുന്നു. സ്വാമി ശരണം ശരണമെന്തയ്യപ്പ സ്വാമി പാദം തൊഴുന്നേ. സ്വാമി തിന്തകം അയ്യപ്പ തിന്തകം 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 തോം.
എരുമേലിയിൽ വാഴും ശ്രീധർമ്മശാസ്താവേ തിന്തകം തിന്തകം തോം. കരിമലവാസ നീലിമലവാസ അയ്യപ്പൻ തിന്തകത്തോം. കല്ലും മുള്ളും പൂവാക്കി മാറ്റണേ അയ്യപ്പൻ തിന്തകത്തോം. കുളിർന്ന പമ്പയിൽ സ്നാനം ചെയ്യുമ്പോൾ മുക്തി നീ നൽകിടണേ. പൊന്നമ്പലത്തിൽ വസിക്കുന്ന ദേവ അടിയനെ രക്ഷിക്കണേ.